ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ മത്സ്യബന്ധനത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഇത് തൊഴിലിന്റെയും വരുമാനത്തിന്റെയും സ്രോതസ്സാണ്. ഏറ്റവും വലിയ പ്രോട്ടീൻ ആഹാരമായ മത്സ്യം സാധാരണക്കാർക്ക് എത്തിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. അമിത മത്സ്യബന്ധനവും തൊഴിൽ സുരക്ഷയും ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക ക്ഷേമ പ്രശ്നങ്ങളുമായി ഇന്ന് മത്സ്യബന്ധന മേഖല പോരാടുന്നു. ഇതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, ജൈവവൈവിധ്യ നഷ്ടം, ജലമലിനീകരണം, അമിത മത്സ്യബന്ധനം എന്നിവ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗത്തെയും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നു. തൻ്റെ 14-ാം വയസ്സിൽ പിതാവിനോടൊപ്പം മത്സ്യബന്ധന മേഖലയിലേക്ക് ഇറങ്ങുകയും അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും മത്സ്യബന്ധനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും പല മത്സ്യത്തൊഴിലാളി സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത മുതിർന്ന മത്സ്യത്തൊഴിലാളിയായ ശ്രീ എം അംബ്രോസ് ഈ എപ്പിസോഡിൽ മത്സ്യബന്ധന മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മത്സ്യശോഷണത്തിൻ്റെ കാരണത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. എൻ്റെ പേര് എം അംബ്രോസ് എന്നാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളി. ഞാൻ 1960 എൻ്റെ 14-ാമത്തെ വയസ്സിൽ കടലിലേക്ക് ഇറങ്ങി. അന്ന് എനിക്ക് ചെറിയൊരു വള്ളവും മലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചന് അതിൽ പോകുമായിരുന്നു. അതിനുശേഷം 1978 കാലഘട്ടത്തിൽ ഞാൻ സാമൂഹിക രംഗത്തേക്ക് പോകും. മത്സ്യബന്ധനവും നടത്തി, സാമൂഹിക പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോയി. 80-ലും 84-ലൊക്കെ അതിശക്തമായ സമരമായി. കേരളത്തിലാണ് ആദ്യം മത്സ്യത്തൊഴിലാളികളുടെ സമരം കൊടിയേറിയത്. അപ്പോൾ അന്ന് കേരളത്തിൻ്റെ ഉടനീളം ട്രോളിംഗ് നിരോധനമായിരുന്നു പ്രധാന കക്ഷി. പിന്നെ നൈറ്റ് ട്രോളിംഗ് നിയമം, രാത്രി കാലങ്ങളിൽ ഇവർ ബോട്ട് കടലിലേക്ക് വരുന്നു. പിന്നെ കടൽ പരിധി നിയമം, അങ്ങനെ 1000 നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് സമരം ചെയ്യും. അതിൽ നമുക്ക് പ്രധാനമായിട്ട് നടപ്പിലാക്കി കിട്ടിയത് ട്രോളിംഗ് നിരോധനം, രാത്രികാലം ട്രോളിംഗ് നിരോധനം, കടൽ പരിധി നിയമം. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് 20 പാദംസ് വരെ ഞങ്ങൾക്ക് തന്നിരുന്നു. ഇന്നത് 16 പാദംസായി ചുരുക്കിയിരിക്കുകയാണ്. പിന്നെ പേഴ്സീനിങ് വല നമ്മളുടെ കേരളത്തിൻ്റെ ഉടനീളം വരാൻ പോയപ്പോൾ അത് എറണാകുളത്ത് ഏതാണ്ട് 30-ൽ പരം പേർഷ്യൻ വലകളുണ്ടായിരുന്നു. അതിൽ ഒരു വല കൊല്ലം നീണ്ടര ഹാർബറിൽ കൊണ്ടുവരികയും അതേ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ ഉൾപ്പെടെ കടലിലേക്ക് പോയി അത് കത്തിച്ചു. അപ്പോൾ അതിനുശേഷം കൊല്ലത്ത് ഒരു 10 വർഷക്കാലം ഈ പേർഷ്യൻ വല എത്തിയിട്ടില്ല. ഇന്ന് വളരെ വ്യാപകമായി കേരളത്തിൻ്റെയും അതുപോലെ തമിഴ്നാട്ടിൻ്റെയും ഇന്ത്യയുടെ പൂർണ്ണമായ തീരപ്രദേശങ്ങളിലെല്ലാം പേർഷ്യൻ വല ഇറങ്ങി. പേർഷ്യൻ വലയ്ക്കൊരു ദൂഷ്യമുള്ളത്, പെറു എന്ന് പറയുന്ന രാജ്യം, അവിടെ നെത്തോലി എന്ന് പറയുന്ന മത്സ്യം അതിശക്തമായി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിടിക്കാനായിട്ട് പേർഷ്യൻ വല പെറുവിൽ എത്തി. അത് വളരെ വ്യാപകമായി പിടിച്ചു. ഇന്ന് നെത്തോലി എന്ന് പറയുന്ന സാധനം പെറുവിലില്ല. അപ്പോൾ അതാണ് നമ്മളുടെ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ഭാഗത്ത് വളരെ വ്യാപകമായി എത്തിയത്. പിന്നെ നമ്മളുടെ കുറേ നിയമങ്ങൾ സർക്കാർ കൊണ്ടുവന്നു. നൈറ്റ് ട്രോളിംഗ് നിയമം, കടൽ പരിധി നിയമം, ട്രോളിംഗ് നിരോധനം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം മാത്രം നിലനിൽക്കുകയാണ്. അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കുറയ്ക്കുകയാണ്, മണിക്കൂറുകൾ കുറയ്ക്കുകയാണ്. ഇനി നാളെ എന്തായി തീരുമെന്ന് നമുക്ക് വരും കാലഘട്ടത്തിൽ കാണാം. ഇപ്പോൾ മറ്റ് നിയമങ്ങളെല്ലാം കാറ്റിപ്പുറത്തിരിക്കുകയാണ് സർക്കാർ. നൈറ്റ് ട്രോളിംഗ് നിയമം പോയി, കടൽ പരിധി നിയമം പോയി, അതുപോലെ പേഴ്സണിങ് തന്നെ 15 മാറിനിപ്പുറം തീരത്തോട് വന്ന് കോരാൻ പാടില്ല. അത് 1 മാറിൽ വന്നാണ് അവർ തീരത്തോട് അടുത്ത് വന്ന് കോരുന്നത്. ആ നിയമം പോയി. പിന്നെ നമ്മളുടെ ട്രോളിംഗ് ബോട്ട് തന്നെ തീരത്തോട് ചേർന്ന് അവരും വന്ന് നമ്മുടെ വടക്കൻ ജില്ലകളിൽ പോയി ഇവിടെ ഞങ്ങളുടെ ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. അതേസമയം നമ്മൾ കായംകുളം മുതൽ വടക്കോട്ട് പോയാൽ അത് തീരത്തോട് ചേർന്നാണ് വലിക്കുന്നത്. അപ്പോൾ അവിടെ ഈ തീരത്തോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്.
അപ്പോൾ ആ മത്സ്യസമ്പത്തിൻ്റെ മുട്ടകളും ആ മത്സ്യസമ്പത്തിനെ കുഞ്ഞുങ്ങളും എല്ലാം നശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് കണ്ടുക ഇന്നിപ്പോൾ ഒരു വലിയ വിപത്തിലേക്ക് മത്സ്യമേഖല പോകുന്നത്. ഈ മത്സ്യമേഖലയെ സംബന്ധിച്ച് ഇന്ന് കൊടും പട്ടിണിയിലാണ്. ഇവിടെ ആളുകൾ പറയുന്നത് ചൂടാണ് മത്സ്യത്തിൻ്റെ കുറവെന്ന്. ഇല്ല, അത് മാത്രമല്ല, ഇവിടെ ചൂടൊരു പ്രശ്നമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യന് കിടക്കാൻ പറ്റുന്നില്ല, മത്സ്യത്തിന് ഉപരിതലത്തിൽ വന്ന് ജീവിക്കാൻ പറ്റുന്നില്ല, അത് തണുപ്പ് രാജ്യങ്ങളിൽ പോകും. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചാള തമിഴ്നാട്ടിലുണ്ട്, അതേസമയം കേരളത്തിലില്ല. എന്ന് വെച്ചാൽ ചൂട് കൂടുതലാണ്. അതേസമയം നമ്മളുടെ തീരപ്രദേശത്ത് ഇത്തരം മത്സ്യബന്ധന രീതികൾ, ട്രോളിങ് പോലെയുള്ള, പേഴ്സണിങ് പോലെയുള്ള വലിയ കപ്പൽ തീരത്തേക്ക് അടുത്ത് വന്ന് മത്സ്യം കോരുന്നതിനെ സംബന്ധിച്ച് വളങ്ങൾ കോരുക. വളം എന്ന് പറയുന്നത് ചെറു മത്സ്യമാണ് വളം, അല്ലാതെ കക്കായും പുഴുവില്ല. ചെറു മത്സ്യമാണ് വളമായിട്ട് കൊണ്ടുവരുന്നത്. ഈ വളം പിടിക്കാനായിട്ട് തന്നെ നമ്മളുടെ നീണ്ടകരയിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോടും ഒക്കെ വളരെ വ്യാപകമായിട്ടാണ് വള്ളങ്ങൾ, ബോട്ടുകൾ കടലിലേക്ക് പോകും. അതിനൊരു ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് 150 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ 50 കിലോമീറ്ററിനുള്ളിൽ മീൻ പെറ്റുപെരുകി പ്രസവിച്ച് അവിടെ കിടന്ന് കുഞ്ഞായി അവിടെ കിടന്ന് വലുതായി മറ്റു പല പ്രദേശത്തേക്കും പോകുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് നമ്മുടെ കടലിലുള്ളത്. അതിനെ ഇല്ലാതാക്കിയിരിക്കുക. ഒരു വള്ളം കോരി കൊണ്ടുവരും. സർക്കാർ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വള്ളം കോരി കൊണ്ടുവന്നവരെയും പിടിക്കത്തില്ല. പക്ഷേ അവൻ എപ്പോഴായിരുന്നറിയാൻ വരുന്നത്? കറക്റ്റ് 11:30 മണിക്ക് രാത്രി വരും. രാത്രി 4 മണിക്ക് വള്ളം കോരി തീരും. എല്ലാ വള ഫാക്ടറിയിലും, വളം എന്ന് പറഞ്ഞാൽ ഇത് തീൻമേശയിൽ വരെ അമേരിക്കയിൽ പോകുന്നുണ്ട്. ഇത് പൗഡറാക്കി അത് മീൻ പൊടിയണമെന്നും പറഞ്ഞ് പോകുന്നു. പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനെ പല തലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മത്സ്യസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രക്രിയ കണ്ണുടച്ചു കാണുന്ന ഒരു സർക്കാർ സംവിധാനം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിലും മറ്റ് ലോകങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സാക്ഷരമായ ഒരു പരിഹാരം ഇന്ന് വരെ ഒരു സർക്കാരും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഫ്രാൻസിൽ പോയി ഒരു മീറ്റിങ്ങിന്. ഞങ്ങൾ ലോക മത്സ്യത്തൊഴിലാളിയുടെ പേരിൽ പോയതാണ്. ഞങ്ങളിവിടെ കേരളത്തിൽ നിന്ന് 24 പേര്, ഈ തോമസ് കൊച്ചേരി ഉൾപ്പെടെ, ഞങ്ങൾ അവിടെ ഫ്രാൻസിൽ പോയി മീറ്റിംഗ് നടത്തി. അവർക്ക് ആ മത്സ്യത്തൊഴിലാളിക്കും പ്രശ്നങ്ങളുണ്ട്, ഇതേ പ്രശ്നം. അവിടെയും വളം കോരി അന്ന് വിൽക്കുന്നു. 25 വർഷത്തിന് മുമ്പ് പോയതാണ്. 25 വർഷത്തിന് മുമ്പ് പോയപ്പോൾ അവിടെയും ഈ സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാഷ്ട്രം, ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി ചിന്തിക്കുന്ന രാജ്യം, എന്നിട്ട് പോലും അവിടെയും നിയന്ത്രിക്കാൻ ആളില്ല. ഇത് ആര് നിയന്ത്രിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ മുതലാളിത്ത ചിന്തയുള്ള, വലിയ കപ്പലുള്ള, വലിയ പേർഷ്യൻ ബോട്ടുള്ള, വലിയ ബോട്ടുള്ള, അങ്ങനെ നോക്കുമ്പോൾ വലിയ മുതലാളിത്ത സംവിധാനമുള്ള കുറേ ഒരു പറ്റം വലിയ മുതലാളിമാർക്ക് വേണ്ടി കടൽ തീരെഴുതി കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിനെതിരെ ആര് സംസാരിക്കുമെന്ന് വെച്ചാൽ ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്, കൗൺസിലറുണ്ട്, എല്ലാവരും ഉണ്ട്. ആരും സംസാരിക്കാനില്ല. അപ്പം ഇതിനൊക്കെ ഒരു സാക്ഷരമായ പരിഹാരം കണ്ടാൽ മാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ ഇന്ന് തീവില കൊടുത്താണ് മത്സ്യം മേടിക്കുന്നത്. യഥാർത്ഥ മത്സ്യത്തൊഴിലാളിക്ക് കഴിക്കാൻ മത്സ്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 200 രൂപയ്ക്ക് ഇറച്ചി മേടിച്ചാണ്. ഞാൻ ഇറച്ചി കൂട്ടാത്ത ആളാണ്, മത്സ്യമില്ല, ഇറച്ചി മേടിച്ചാണ് ഇന്ന് കറി വയ്ക്കുന്നത്. ഭാര്യ പറഞ്ഞുകൊണ്ട് 200 രൂപയ്ക്ക് എങ്കിലും ഇറച്ചി മേടിക്കുക. അങ്ങനെ പോയി 200 രൂപയ്ക്ക് ഇറച്ചി മേടിക്കാനും കറിയില്ല. ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ കടൽ മത്സ്യത്തൊഴിലാളികളും പോവുകയാണ്. ഇത് പരിഹരിക്കാനായിട്ട് ആരെയും കാണുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ കുറേ പേര് സമരത്തിനിറങ്ങും, അതിനെ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ഇന്ന് പണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ
മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. ഇന്ന് അവരുടെ സമരവും അവരുടെ ശക്തിയും ഒക്കെ കണ്ടിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മത്സ്യബന്ധനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ അത് ഇടതും വലതുമായിട്ടുള്ള സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. CPM-ന് 1, കോൺഗ്രസ്സിന് 2, RSPക്ക് 1, അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ തൊഴിലാളികളെ തന്നെ രാഷ്ട്രീയമായി വെട്ടിക്കുറിക്കട്ടെ, പക്ഷേ അവരുടെ ആഹാരത്തിന് വഴി കിട്ടാനായിട്ട് ഇവരെ നയിക്കണം. അതില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേണം. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കണം, മറ്റിതര തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കണം. അവരുടെ കാര്യങ്ങൾ മാത്രം അവർ ചിന്തിച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്, അവർ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ വളരെ വിദ്യാസമ്പന്നരല്ല. അവർക്ക് വേറെ തൊഴിലില്ല, വേറെ തൊഴിലിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അപ്പോൾ അവരുടെ സംഘങ്ങളുണ്ടാക്കിക്കോ, പക്ഷെ അവരെ സംരക്ഷിക്കാനുള്ള അവർക്ക് ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ, അവർക്കുണ്ടായിട്ടുള്ള നിയമങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിലനിർത്താനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകും. ഇപ്പോൾ എക്കാലവും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കാണത്തില്ല. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മുതൽ ഇവിടം വരെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം പ്രവർത്തിച്ച കാലഘട്ടം 1980, 84, 90 കാലം വരെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞുണ്ടായിരുന്നു. 2000 വരെ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ശക്തി 4 വർഷം കൊണ്ട് തീർന്നിരിക്കുക. അവിടെയാണ് രാഷ്ട്രീയക്കാർ കയറി പ്രവർത്തിക്കട്ടെ, അതിന് കുറ്റം പറയുകയല്ല. അവർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, കടലിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, കരയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതെല്ലാം ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ തൊഴിലാളികൾ ഇന്ന് വളരെ കീറാമുട്ടിയിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ചൂട് കൂടി, മത്സ്യമില്ല, മത്സ്യം ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ, ഞാരനില്ല. അത് പണ്ടേ ഞാൻ ഇറങ്ങിയ കാലത്ത് ഞാനും കടലിലേക്ക് ഇറങ്ങി, എൻ്റെ അപ്പനും കടലിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ കാലഘട്ടത്ത് സൂക്ഷ്മമായ മത്സ്യം, എല്ലാത്തരം മത്സ്യങ്ങളും വളരെ സൂക്ഷ്മമായി. അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് അത് 1990 വരെ അതിൻ്റെ വംശമുണ്ടായിരുന്നു. 80-ലും 70-ലും ഒക്കെ വളരെ വ്യാപകമായിട്ട് നന്നായിട്ട് കടൽ മത്സ്യങ്ങൾ എല്ലാ സ്ഥലത്തും സൂക്ഷ്മമായിരുന്നു. അത് കുറഞ്ഞ് ഇന്നിപ്പോൾ 2024 കടൽ വെണ്ണീറായിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടൽ നോക്കി പ്രാർത്ഥിച്ച്, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. ഏറ്റെടുക്കാനായിട്ട് ദൈവവുമില്ല, അച്ഛനുമില്ല, പള്ളിയുമില്ല, രാഷ്ട്രീയക്കാരുമില്ല. ഇതാണ് നമ്മളുടെ അവസ്ഥ. മത്സ്യസമ്പത്ത് കുറയാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത് മത്സ്യബന്ധന വള്ളങ്ങളിലെ മണ്ണെണ്ണ കടലിൽ കലർന്നുണ്ടാകുന്ന മലിനീകരണമാണ്. മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ എഞ്ചിനിലേക്ക് പലരും മാറിയെങ്കിലും അതിൻ്റെ ചിലവ് താങ്ങാവുന്നതിലും അധികമാണ്. ഒരു 20 വർഷം മുമ്പ് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആദ്യം ഇറങ്ങിയത് മണ്ണെണ്ണ എഞ്ചിനായിരുന്നു. അപ്പോൾ മണ്ണെണ്ണ എഞ്ചിൻ കേരളത്തിൽ വളരെ വ്യാപകമായി 1984 അത് സ്റ്റാർട്ട് ചെയ്തത്. വളരെ വ്യാപകമായി 90-ൽ പെട്ടെന്ന് എല്ലായിടത്തും വ്യാപിച്ചു. കാരണം കണ്ടുപിടിച്ച് പോകണ്ടല്ലോ, മണ്ണെണ്ണയിൽ പോകാമല്ലോ. അങ്ങനെ ഒരു സമയത്ത് ലോക മീറ്റിങ്ങിൽ വെച്ച് എല്ലാ രാജ്യക്കാരും കടൽ മലിനമാകുകയാണ് മണ്ണെണ്ണ ഉപയോഗിച്ച്, അതുകൊണ്ട് മണ്ണെണ്ണ എഞ്ചിൻ നിർത്തലാക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം സമരം ചെയ്തു. കാരണം ഞങ്ങൾ ഇത്രയും വ്യാപകമായി മണ്ണെണ്ണ എഞ്ചിൻ ഇവിടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഒക്കെ കൊണ്ടുവന്നിരുന്നപ്പോൾ ഞങ്ങൾ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഞ്ചിനെല്ലാം എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ആലോചന വന്നപ്പോൾ ഘട്ടം ഘട്ടമായി കുറയ്ക്കാം. അപ്പോൾ ഇന്ന് 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായി മണ്ണെണ്ണയുടെ സബ്സിഡി വരുമായിരുന്നു. മണ്ണെണ്ണയ്ക്ക് ആദ്യം തന്നത് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ഞങ്ങൾക്ക് തന്നത്. അത് 100 കുറച്ച് ഏതാണ്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്
150 ലിറ്ററിലാണ് വന്ന് നിൽക്കുന്നത്. ആ 150 ലിറ്റർ പോലും ഈ വർഷം ഇപ്പം ഞങ്ങൾക്ക് 6 മാസമായി, ഒരു കാർഡിന് മാത്രം ഒരു മാസം മാത്രം 150 ലിറ്റർ തന്നു. ബാക്കി ഇപ്പോൾ ഞങ്ങൾക്ക് 6 മാസമായിട്ട് ഒരു മണ്ണെണ്ണയും തരുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്ത് പെട്രോൾ എഞ്ചിനിലേക്ക് പോയി. എല്ലാവർക്കും ഒരു പെട്രോൾ എഞ്ചിനുണ്ട്. ഈ പെട്രോളിൻ്റെ വിലയോ 100 രൂപയാണ്. ഈ 101 രൂപ 102 രൂപ കൊടുത്ത് പെട്രോൾ മേടിച്ച് കടലിൽ മത്സ്യബന്ധനം നടത്താനാണ്. ആയിപ്പോൾ മണ്ണെണ്ണയ്ക്കും നമുക്ക് 70 രൂപ 80 രൂപ വിലയായി. ഇത് ഉപയോഗിച്ച് മണ്ണെണ്ണ കടലിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നിലനിൽക്കുക. അപ്പോൾ മണ്ണെണ്ണ ശരിയാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു, കടൽ മലിനമാകുന്നുണ്ട്. അതാണ് മത്സ്യസമ്പത്തിൻ്റെ കുറവെന്നാണ് ഈ വിദേശ രാജ്യക്കാരും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരും മത്സ്യത്തൊഴിലാളി ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. മണ്ണെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് മത്സ്യസമ്പത്ത് കുറയും. ശരി, ഞങ്ങൾ നിർത്താം. പക്ഷേ പെട്രോളും ഡീസലും അല്ലെങ്കിൽ പെട്രോൾ തന്നെ ഡീസൽ തന്നെ ഞങ്ങൾക്ക് സബ്സിഡി വരത്തിട്ടാ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സബ്സിഡി തന്നിട്ട് മത്സ്യസമ്പത്തിന് കുറവുണ്ട് എന്നിപ്പോൾ അത് ഏതെങ്കിലും ഒരു സബ്സിഡി നമുക്ക് നിലനിർത്തിയില്ലെങ്കിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ മത്സ്യബന്ധനം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ സബ്സിഡിയിലുള്ള പെട്രോൾ ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ മണ്ണെണ്ണ ഞങ്ങൾക്ക് തന്ന് മലിനമാക്കുന്നു, അപ്പോൾ സമ്മതിച്ചു മലിനമാക്കുന്നു. അതേസമയം നമുക്ക് പെട്രോള് സബ്സിഡിയോട് കൂടി ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവൻ കൊടുക്കട്ടെ. ഇപ്പോൾ തമിഴ്നാട്ടിൽ പൂർണ്ണമായിട്ടും അവർ പെട്രോൾ എഞ്ചിനാക്കുന്നു. സ്വാഗതം, ഞങ്ങളും പെട്രോൾ എഞ്ചിനാക്കാം. പക്ഷേ തമിഴ്നാട്ടിൽ കൊടുക്കുന്ന പോലെയുള്ള സബ്സിഡി ഞാൻ കിട്ടാൻ. തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട് സബ്സിഡി, പെട്രോളിനും കൊടുക്കുന്നുണ്ട്, മണ്ണെണ്ണയ്ക്കും കൊടുക്കുന്നുണ്ട്. ആ സബ്സിഡി ഞാൻ കേരളത്തിൽ നിന്നില്ല. അപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒറീസയിലെയും മഹാരാഷ്ട്രയിലെയും എല്ലാ മത്സ്യത്തൊഴിലാളികളും ഒന്നാണ്. തമിഴ്നാട്ടിൽ മാത്രം അവർക്ക് സുലഭമായി കൊടുക്കുന്നത്, മറ്റൊരു ജില്ലയിൽ മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് കേരളത്തിൽ തരുന്നില്ല. അപ്പോൾ അത് സബ്സിഡിയോട് കൂടിയുള്ള പെട്രോള് ഞങ്ങൾക്ക് തരണം. തന്നാൽ നമുക്ക് ഈ മണ്ണെണ്ണ പൂർണ്ണമായി ഞങ്ങളെല്ലാം എടുത്തു കളയാൻ സർക്കാർ പറയുന്നു. ഒന്നൊന്നായി ഞങ്ങൾ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും അതിന് സ്വാഗതാർഹമാണ്. കടലിൽ മത്സ്യം ഉണ്ടായിരുന്നല്ലേ നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ, നാട്ടിലുള്ളവർക്ക് മീൻ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാട്ടിലുള്ള ഒരു മത്സ്യത്തൊഴിലാളികളെ പ്രതീക്ഷിച്ച് ഞങ്ങളെ നിർത്താം. ഇപ്പോൾ നമ്മളുടെ കടലിൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെറുവിൽ ഉണ്ടായിരുന്ന നൊത്തോലിയാണ് ഇന്ന് കേരള തീരത്തുള്ളത്. ട്രോളിംഗ് ബോട്ടിനും തീർന്നു. വള്ളക്കാർക്കും മത്തിയാണ് നമുക്ക് വ്യാപകമായി കിട്ടിക്കൊണ്ടിരുന്നത്. അയില, മത്തി, ചൂര ഇതെല്ലാം ഇപ്പോൾ അവിടെ തീർന്നു. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മളുടെ ഈ മലയോര പ്രദേശത്ത് നിന്ന് വളരെ വ്യാപകമായിട്ട് മലവെള്ളം കടലിലേക്ക് വരുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. അന്ന് കൂടുതൽ മഴ പെയ്യും, കാർമേഘങ്ങളുടെ ശക്തിയും ഒക്കെയാണ് മഴ പെയ്യുന്നത്. അത് ഇന്ന് ഈ മലയോര പ്രദേശത്ത് നിന്ന് വലിയ വലിയ മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മഴക്കുഴികൾ. അപ്പോൾ അവിടെ പൂർണ്ണമായ 80% വെള്ളം ആ കുഴികളിൽ തടയുന്നുണ്ട്. പിന്നെ അത് കടലിലേക്ക് വന്ന് നീരാവിയായി മഴ പെയ്യുന്നൊരു സമ്പ്രദായം ഇന്ന് നിലച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മേഖലയിൽ തീരപ്രദേശത്ത് ഒത്തിരി പൂരോസ് മരങ്ങളും മറ്റു മരങ്ങളും എല്ലാം വളരെ കാര്യഗൗരവമായുണ്ടായി. എൻ്റെ മുറ്റത്ത് തന്നെ പൂരോസ് മരം ഉണ്ടാകും. ഇതിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ തന്നെ ഇന്ന് തേങ്ങ പറിക്കുന്ന തെങ്ങല്ലാതെ മറ്റു വൃക്ഷങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ മറ്റു നമ്മളുടെ മേഖലയിലൊക്കെ പോകുമ്പോഴും ആലപ്പുഴ മാത്രമുണ്ട് കുറച്ച് തെങ്ങ്. അവിടെയും വലിയ വൃക്ഷങ്ങളുടെ എണ്ണപ്പെരുപ്പം വളരെ കുറയും. അപ്പോൾ ഈ വലിയ വൃക്ഷങ്ങൾ വേരിൽ പിടിച്ചു നിൽക്കുന്ന, അതൊക്കെയാണ് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളത്.
വേരിൽ പിടിച്ചിരിക്കുന്ന വെള്ളം കടലിലേക്ക് പോവുകയും അത് നീരാവിയായി വരികയും ഇരുൾ വരികയും പിന്നെ മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്കിപ്പോൾ മഴ വിദേശ രാജ്യങ്ങളിലും ശാസ്ത്രജ്ഞന്മാരും എല്ലാം പറയുന്നത് പല പല കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് കൂടുതൽ ഗ്രാഹ്യങ്ങളില്ലെങ്കിലും അപ്പോൾ അവർ പറയുന്നത് ഒരുപാട് തരത്തിലുള്ള വെടിക്കോപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള ബോംബ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ചന്ദ്രനിലേക്ക് എല്ലാ രാജ്യക്കാരും പോയി തുരന്ന് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ കൊണ്ടാണ് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടിനെയും നമ്മൾ വ്യതിചലിച്ച് കടലിലേക്ക് പോകാൻ ബാധ്യസ്ഥനായിട്ട് ഈ തൊഴിലില്ലാതെ വേറെ തൊഴിൽ നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ചൂടത്ത് തന്നെ കടലിൽ പോകുന്ന ആളുകൾ മത്സ്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇപ്പോൾ വള്ളമൊന്നും പോകുന്നില്ല, ഭൂരിപക്ഷവും വള്ളവും പോകുന്നില്ല. ചാളയില്ല, അയലയില്ല, മത്സ്യത്തിൻ്റെ ഈ ചെമ്മീനില്ല, അങ്ങനെ ഒരു വറ്റം പേര് പറയത്തക്ക മത്സ്യങ്ങൾ പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ഒരു സാധനം തന്നെയാണ് നൊത്തോലി മാത്രമാണ്. ഈ നൊത്തോലി ട്രോളിംഗ് ബോട്ടുകാരും പിടിക്കുന്നുണ്ട്, താങ്ങുവള്ളക്കാരും. അതിൻ്റെ ഈ ചെറിയ മീനല്ല, ഇത് കണ്ണിയിൽ കെട്ടി കഴിച്ചെടുക്കുന്ന മീനല്ല. അപ്പോൾ ഇത് കോരുവള്ളത്തിൽ കോരത്തക്ക മീനാണ്. അപ്പോൾ അത് ചൂട് കൊണ്ട് ജീവിക്കാൻ വേണ്ടി കടലിൽ ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ ഈ ചൂടത്ത് രാത്രി ആണ് കൂടുതലും പേരും പോകുന്നത്. കടലിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല. കടലിൽ എന്ന് പറയുന്നത് നല്ലൊരു പ്രകൃതിദത്തമായ തണുപ്പും ചൂടും എല്ലാം നിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്നത്. അതിപ്പോൾ ഈ ചൂടിനെ ഇത്തരം പറയുന്ന ആകാശത്ത് തുറക്കുന്നത്, ചന്ദ്രനെ തുറക്കുന്നത്. അപ്പോൾ ഏതാണ് ഇത് സംഭവിച്ചെന്ന് ഒരു ശാസ്ത്രജ്ഞനും പറയുന്നു. ചൂട് വരുന്നത് എല്ലായിടത്തും, ചൂട് വരുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തും ചൂട് വരും. ഡൽഹിയിൽ പുക വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവിടെ സംസാരിച്ചത് വൈക്കോല് എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്യുമ്പോഴും മറ്റ് പൂക്കൾ പറിക്കുമ്പോൾ അതിൻ്റെ ഇതുണ്ടല്ല, വേരുകളും പിന്നെ തണ്ടുകളും ഇട്ട് പുകച്ച് അവർ രാജ്യം മൊത്തം, ഡൽഹി മൊത്തം പുകയ്ക്കുകയാണ്. അപ്പോൾ ഇത് കാർബണത്തിലേക്ക് ആകാശത്തേക്ക് പോയി മേഘങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുറേ പേര് പറയുന്നു. ഇതേതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ചൂട് സഹിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ. ചൂട് നമുക്ക് എപ്പോൾ കൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കടലിലെ മത്സ്യവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂടില്ലാത്ത രാജ്യങ്ങൾ ഇപ്പോൾ കാണുമായിരുന്നു, അവിടത്തേക്ക് ഈ മത്സ്യം പോകും, സഞ്ചരിച്ച് പോകും. കാരണം പ്രകൃതിയെ ശരിക്കും മനസ്സിലാക്കുന്ന ജീവികളാണ് കടൽ ജീവികൾ. അപ്പോൾ മത്സ്യങ്ങൾ അത് എല്ലാത്തരം മത്സ്യങ്ങളാണ്. നമ്മൾ പിന്നെ അച്ഛൻ എന്ന് പറയുന്നത് കടലാന കടലിൽ വരുമ്പോൾ ആളുകൾ പറയും മീനുമായിട്ടാണ് വരുന്നത്. ഇന്ന് കടലാനയെ കാണുന്നില്ല. മത്സ്യത്തിൻ്റെ കൂടെയാണ് ഈ കടലാന വരുന്നത്. അപ്പോൾ കടലാനയും മത്സ്യത്തിൻ്റെ കൂടെ തണുപ്പ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് സ്ഥിതി. കടലിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. സുഭിക്ഷമായി മത്സ്യം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത് പതുക്കെ കുറഞ്ഞു വരികയാണ്. നിലവിലുള്ള ഈ അവസ്ഥ തുടർന്നാൽ കഴിക്കാൻ പോലും മത്സ്യം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകും. മത്സ്യസമ്പത്തിന്റെ ഈ ശോഷണം അവരുടെ ഉപജീവനത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നു. കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റ് തൊഴിലുകളിലേക്ക് മാറാനുള്ള പ്രാവീണ്യം കാണണമെന്നില്ല. അതിനാൽ ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനം മുൻനിർത്തി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവിതവും നിലനിർത്താൻ സഹായിക്കുന്ന നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകണം.